ഹലോ മക്കളെ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും 90+ വീഡിയോയ്ക്കായി കട്ട വെയിറ്റിംഗ് ആണെന്ന്. സോ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താതെ നമ്മുടെ +2 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ചോദ്യവും, ഒരൊറ്റ ചോദ്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് 3 മാർക്കിന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യണ്ടു, എക്സ്പെക്ട് ചെയ്യണ്ടു എങ്കിൽ പോലും അതിലെ 1 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും ഉറപ്പായാലും ഈ ചോദ്യമായിരിക്കും. ഏതാണത്? സ്റ്റേറ്റ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എന്നുള്ളതായിരിക്കും ഷുവർ ആയിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ദിസ് ഡിഫേഴ്സ് ഫ്രം ഗോസസ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എന്താണ് എന്നുള്ളതാണ്. സോ മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് കൂടാതെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ച ഗോസസ് ലോ തന്നെയാണോ ഇവൻ? അവന്മാര് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. Why is the difference? അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ആരാണ്? But why is the difference in two cases? ഇതാണ് നമ്മൾ പറയേണ്ടത്. സോ ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഒറ്റ ചിത്രം മതിയാണ്. ആ ഒരൊറ്റ ചിത്രം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോസസ് ലോനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ചിത്രം മതി. നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ട്രാവൽ ചെയ്യുന്നത്. സോ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിന്റെ അകത്തൂടെ ട്രാവൽ ചെയ്യുന്നത്. മാഗ്നറ്റിന്റെ പുറത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് ടു നോർത്തുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ട്രാവൽ ചെയ്യുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്താൽ കേറി വരുന്നവനെല്ലാം ഇറങ്ങി പോകണ്ടേടാ. കേറി വരുന്ന എല്ലാ ഫീൽഡ് ലൈൻസും ഇറങ്ങി പോകുന്നുണ്ട്. അല്ല, ഇൻ എഫക്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എവിടെ? ഓവർ എനി ക്ലോസ്ഡ് സർഫസ്. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സ്റ്റേറ്റ് ചെയ്യുന്നത്. Phi b is equal to closed integral b dot s which is equal to 0. അതായത് സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഓൾവേസ് 0 എന്ന് പറയുന്നതാണ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച ഗോസസ് ലോയുമായി ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? വാട്ട് ഈസ് ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്? അതായിരുന്നു ചോദ്യം. അപ്പൊ നമുക്കറിയാം ഫൈ എന്ന് പറഞ്ഞാൽ 1/epsilon 0 ടൈംസ് q എന്ന് പറയുന്നതായിരുന്നു ഗോസസ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എനി ക്ലോസ്ഡ് സർഫസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് q/epsilon 0 ആയിരിക്കും. എന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മൊട്ടയായിരിക്കും. ഒരു വലിയ മൊട്ടയായിരിക്കും. സോ ഇവന്മാര് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്, ഉണ്ട്. ഇവനൊരു മൊട്ടയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് മൊട്ടയാണ്. എന്നാൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ phi is equal to q/epsilon 0 ആണ്. There is a difference. Why? But why that difference എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. The difference between two cases is that electric field lines ഒരിക്കലും എന്ത് ചെയ്യില്ലടാ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് do not form a closed loop. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകാനേ അറിയത്തുള്ളൂ. പോസിറ്റീവ് എന്ന് തുടങ്ങുന്നു, നെഗറ്റീവിൽ അവസാനിക്കുന്നു. അവൻ ഒരിക്കലും തിരിച്ച് സഞ്ചരിക്കില്ല. സോ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് തിരിച്ച് സഞ്ചരിക്കാൻ അറിയാം. മാഗ്നറ്റിന് പുറത്തു കൂടെ നോർത്ത് ടു സൗത്തും ഉള്ളിലൂടെ സൗത്ത് ടു നോർത്തുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോസസ് ലോ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഓൾവേസ് 0. സോ അതാണ് നമ്മുടെ ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. ഇനിയും ഈ ചാപ്റ്ററിലെ കൂടുതൽ ചോദ്യങ്ങളുമായി കണ്ടുമുട്ടും വരേക്കും വീണ്ടും കാണാം എന്നുള്ള വാക്കോട് കൂടി ഞാൻ പോവുകയാണ്. ബൈ ബൈ, സീ യു.